ഹായ് മക്കളെ, 10-ാം തീയതി വരുന്ന നിങ്ങളുടെ മാത്സ് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണോ? കുറച്ചെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ ടെൻഷൻ മാറുന്ന ഞാൻ 100% ഉറപ്പ് തരാണ്. കാരണം ഇന്ന് ഫെബ്രുവരി 28-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഹിന്ദി എക്സാം ഉള്ള കുട്ടികളടക്കം ഹിന്ദി എക്സാം കഴിഞ്ഞു. ആൻഡ് ഇന്ന് മുതൽ നിങ്ങൾക്ക് കൃത്യം 9 ദിവസം കഴിഞ്ഞാൽ 10-ാമത്തെ ദിവസം നിങ്ങളുടെ മാത്സിന്റെ എക്സാം ആണല്ലേ. 9 ദിവസം 14 ചാപ്റ്റേഴ്സ്. അതായത് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങൾ ഇത് ഏത് ദിവസമാണ് ഈ വീഡിയോ കാണുന്നെങ്കിലും ചിന്തിക്കുന്ന ചോദ്യം ഇതല്ലടാ, ഇനി പഠിച്ചാൽ മാത്സിൽ ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ചില കുട്ടികൾ അങ്ങനെ ഇരിക്കും, സർ ഒരു A1 എങ്കിലും എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. A1 എത്തിക്കാൻ പറ്റുന്ന ബ്ലൂ പ്രിന്റാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അവസാനം വരെ നിങ്ങൾ കാണാൻ എൻ്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. തുടക്കത്തിൽ അതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് കുറേ പ്രീ മോഡലൊക്കെ നടന്നില്ല, അതിൽ നിങ്ങൾക്ക് മാത്സിന് കിട്ടിയ ഒരു മാക്സിമം മാർക്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 80-ൽ 60, 40, 35 മാർക്കായി പോകുന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് അതിൻ്റെ റീസൺ എന്താടാ? അത് മാത്സ് ബേസിക്സ് നിങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടല്ലേ. അതായത് ശരിക്ക് ഇപ്പം ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 8-ാം ക്ലാസ് പഠിക്കുന്ന ഓൾമോസ്റ്റ് മോർ ദാൻ 60% കുട്ടികൾക്കും ഡിവിഷൻ അറിയില്ല. അപ്പൊ ശരിക്കും ഡിവിഷൻ അറിയാത്ത എന്തുകൊണ്ടാണ്? ഡിവിഷൻ അറിയണം, മൾട്ടിപ്ലിക്കേഷൻ അറിയണം. മൾട്ടിപ്ലിക്കേഷൻ സ്ട്രോങ് അല്ല. മൾട്ടിപ്ലിക്കേഷൻ അറിയണമെങ്കിൽ അഡീഷൻ അറിയണം. അപ്പോൾ ഇതേപോലെ എന്താണ്, നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല ടോപ്പിക്കുകളും എന്താണ്, നിങ്ങൾ 9-ലും 8-ലും 7-ലും 6-ലൊക്കെ പഠിച്ച ഫൗണ്ടേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബേസ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലേ, നിങ്ങൾ പല ചോദ്യങ്ങളും 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റെക്കായി പോയിട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ്, എസ്പെഷ്യലി ട്രിഗ്നോമെട്രിയിലൊക്കെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലും പുറത്തൊക്കെ ആക്കുന്ന കേസിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലൊക്കെ നിങ്ങൾ സ്റ്റെക്കായത് ഓർമ്മയില്ലേ? വേറെ ചില സമയത്ത് നമ്മൾ ലാസ്റ്റ് ആൻസറിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷെ എവിടെയോ ഒരിക്കൽ 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റോങ് ആയിട്ട് എടുത്തത് സംഭവിച്ചില്ലേ? അങ്ങനെ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് പോയില്ല. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മാത്സ് ബേസിക്സ് ഇല്ലെങ്കിൽ 60-ന്റെ മുകളിൽ 80-ൽ 60-ന്റെ മുകളിൽ കിട്ടൽ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഇത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. സാറേ ഇത് എൻ്റെ കഥയാണ് സാറേ ഇത് പറയുന്നത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ സാർ ഇപ്പം എന്താ പറയുന്നത്, 9 ദിവസം 14 ചാപ്റ്റർ, അത് തന്നെ പഠിക്കാൻ നേരെയില്ല, പിന്നെ എന്താണ്, പിന്നെ എങ്ങനെയാ മാത്സ് ബേസിക്സ് പഠിക്കാമെന്ന്? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് 15 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുമോ? അതല്ല ആദ്യം പഠിക്കാം. മാത്സ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ മിനിമം 15 മാർക്കാണ്. കാരണം അതില്ലെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ്, നിങ്ങൾക്ക് കുറയും. നിങ്ങൾ സ്റ്റെക്കായി പോയിട്ട് തെറ്റിപ്പോയിട്ട്. ആൻഡ് ഈ 15 മാർക്ക് കിട്ടാൻ നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്നോ? ആകെ 2 മണിക്കൂർ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഇത്രയും ലാഭ കച്ചവടം വേറെ ഏതാണുള്ളത്? ട്രിഗ്നോമെട്രി പഠിച്ചാൽ ഇത്രയും ലാഭം ഉണ്ടാവുമോ? അല്ല സാർ, അതെന്താ സംഭവം? മക്കളെ, ഒന്നാമത്തെ മാത്സ് ബേസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ CBSE ക്ലാസ് 10th പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ ആപ്പിൽ 100% ഫ്രീ ആയിട്ട്. ഇത് എന്തുകൊണ്ടാണ് യൂട്യൂബ് തരാത്തതാണ്? ആപ്പിൽ നിങ്ങൾ പഠിക്കുക, ക്ലാസ് കാണാൻ മാത്രമല്ല, ആ ക്ലാസ് കണ്ട സാധനം പ്രാക്ടീസ് ചെയ്താണ് നിങ്ങൾ അവസാനം വരത്ത്. നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്കുക, നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എഡ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ കോഴ്സ് എടുക്കേണ്ടത് ക്ലാസ് 10 CBSE എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ക്ലാസ് 10 CBSE നിങ്ങൾക്ക് കാണാം. ഇൻ കേസ് വേറെ ഏതെങ്കിലും ആണ് നിങ്ങൾ എടുത്തു പോയതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആ ക്ലാസ് 10 CBSE നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് ബ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ആ മാത്സ് ബ്രിഡ്ജിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്, ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, ഡെസിമൽസ് വരുന്നുണ്ട്, ഓൾജിബ്ര വരുന്നുണ്ട്, അതായത് ബ്രാക്കറ്റ് എടുക്കലും പുറത്താക്കലൊക്കെ, അതേപോലെ തന്നെ ഫൈൻഡിങ് എക്സ് വരുന്നുണ്ട്, പേഴ്സൻറ്റേജ് വരുന്നുണ്ട്, റേഷ്യോ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. അത് പഠിച്ചാൽ 15 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നിങ്ങൾ ആവറേജ് ആയി പോകുന്നതിൻ്റെ പ്രധാന പ്രശ്നമാണ്. ഇത് നിങ്ങളെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇതിന് മാത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഒരു ടേം തന്നെ ഉണ്ട്. ലോകത്തുള്ള എല്ലാ മാത്സ് പഠിക്കുന്ന കുട്ടികളുടെയും പ്രശ്നമാണ്. 10-ാം ക്ലാസ്സിൽ മാത്സ് പഠിക്കണമെങ്കിൽ 9 വരെയുള്ള എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ കോവിഡ് സമയത്തായിരിക്കും മാക്സിമം നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരിക്കൽ കാലൊന്ന് ഒടിഞ്ഞു പോയപ്പോൾ ക്ലാസ് മിസ്സായതായിരിക്കും നിങ്ങൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവുക. ഫസ്റ്റ് അത് ശരിയാക്കണം. അത് ശരിയാക്കാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം, എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. 15 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. നെക്സ്റ്റ്, രണ്ടാമത്തെ പ്രശ്നം നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. അതായത് നമ്മളിങ്ങനെ ലൈവൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തല്ല, നിങ്ങൾക്ക് A1 മാത്രമല്ല, ഞാൻ ഫുൾ മാർക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ സാറേ ഇത് കുറേ കേട്ടിട്ടുണ്ട്, കിട്ടിയത് തന്നെ. അതായത് ശരിക്കും നിങ്ങൾക്കില്ലടാ, മാത്സ് എന്നെ കൊണ്ട് പറ്റൂല, മാത്സിൽ എന്താണെങ്കിലും എന്താണ് ഒരു B1 അല്ലെ C1ന്റെ അപ്പുറം എന്ത് ചെയ്യൂല, ഞാൻ എത്തൂല എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളില്ലേ?
ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. അതായത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. സാറേ എനിക്ക് വിചാരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല എന്നാണെങ്കിൽ അതാണ് ഇനി അടുത്ത പറയുമ്പോൾ എങ്ങനെ പറ്റിക്കണം എന്നുള്ളത്. എടാ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സോഷ്യൽ എക്സാം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ നമ്മൾ ലൈവ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് 2 പാഠങ്ങൾ വെച്ച് 6 പാഠം നമ്മൾ തീർത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ദിവസത്തെ ലൈവ് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനലിൽ തന്നെ പോയിട്ട് ലൈവിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് റിയൽ നമ്പേഴ്സും അതേപോലെ തന്നെ എന്താണ് പോളിനോമിയൽസും നിങ്ങളൊന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ പ്രീ മോഡൽ ആയിക്കോട്ടെ, മിഡ് ടേം ആയിക്കോട്ടെ, ഹാഫ് ഇയറിൽ ആയിക്കോട്ടെ, എല്ലാ ചോദ്യവും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് മാത്രമല്ല നിങ്ങളെ ഫൈനൽ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരു DPP തരുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ആ DPP നിങ്ങൾ ചെയ്തു നോക്ക്. 3-4 മണിക്കൂർ എടുക്കായിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മൈൻഡ് സെറ്റുമായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ നിന്നാൽ ഉറപ്പായിട്ടും മാത്സിൽ A1 അല്ലട ഫുൾ മാർക്ക്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 6 ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയുള്ള 8 ചാപ്റ്ററുകൾ അടുത്ത 4 ദിവസങ്ങളായിട്ട് മാർച്ച് 1, 2, 3, 4 ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങളവിടെ ലൈവിലൊന്ന് വന്നിരിക്കുക, ആ 8 ചാപ്റ്റർ നിങ്ങൾ സെറ്റാക്കുക. അപ്പൊ സാറേ ബാക്കി 6 നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ബാക്കി 6 ഒന്നാമത്തെ കേസ് രാവിലെ ഒരു 9 മണി മുതൽ 12 മണി വരെയാണ് യൂഷ്വലി ലൈവ് ഉണ്ടാവില്ല. ചിലപ്പോൾ 1 മണി വരെയൊക്കെ പോകും. അത്രയും ഡെപ്തിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം അതായത് ഇവിടെ എല്ലാ ചോദ്യവും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ട ഒരു ചോദ്യം അതിൽ ഇല്ലാതിരിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ DPP ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി എന്ത് ചെയ്യുക, ഇരുന്നിട്ട് മുന്നത്തെ ലൈവുകൾ കാണാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ സ്റ്റഡി ലീവ് 5-ാം തീയതി അവിടെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ട്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് അതായത് 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ 14 ചാപ്റ്റർ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ 6-ാം തീയതി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു മെഗാ പരിപാടിയാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ. എപ്പോൾ തീരുക എന്നുള്ള എനിക്ക് പോലും അറിയില്ല. 14 ചാപ്റ്റർ ഒന്നും കൂടെ നമ്മൾ റിവൈസ് ചെയ്ത് തരും. ആൻഡ് 7-ാം തീയതി നിങ്ങൾക്കൊരു മോഡൽ എക്സാമും നമ്മൾ തരും. ഒരു മോഡൽ എക്സാമും ഒരു മോക്ക് എക്സാമും നമ്മൾ നടത്തും. നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അതോടുകൂടി നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മാർച്ച് 8-ന് നമ്മൾ എന്താണ് ഒരു ഫുൾ ചാപ്റ്ററിലെ MCQകൾ മാത്രം എങ്ങനെ ക്വിക്കായിട്ട് സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞുതരും. അതേപോലെ തന്നെ എന്താണ് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും നമ്മൾ പ്രാക്ടീസ് ചെയ്യും 2 സെഷനായിട്ട് മാർച്ച് 8. ആൻഡ് മാർച്ച് 9-ന് 10-ാം തീയതി വരുന്ന പരീക്ഷയുടെ ലീക്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് വരുന്നത് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്താണ് നമ്മൾ രാവിലെ 9 മണി മുതൽ നിങ്ങളെ പഠിപ്പിച്ചു. അതായത് ഇനി അങ്ങോട്ടുള്ള 9 ദിവസവും നിങ്ങൾക്ക് വേണ്ടി എജ്യൂപോർട്ട് എല്ലാം മറന്ന് റെഡിയാണ്. ഒരൊറ്റ കാര്യം എന്ത് ചെയ്തു, ഞങ്ങൾ പറയുന്ന പോലെ പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ലൈവ് മാത്രം കണ്ടാൽ മതിയോ? ലൈവ് മാത്രം കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ A1-ന്റെ മുകളിലാണ് ഉദ്ദേശിച്ചത്. A1 ഫുൾ മാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡെയിലി DPP എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്നാണ്. നിങ്ങൾക്ക് എന്താണ് ഓരോ ലൈവ് കഴിയുമ്പോഴും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല, ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടോ. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനൊക്കെ തരും. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടുകടാ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ആപ്പിൽ ചാപ്റ്റർ വൈസ് MCQകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. MCQ മാത്സിൽ പോവാ. നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിൽ പോവുക. അവിടെ നിന്നുണ്ടാവും നിങ്ങൾക്ക് MCQ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. MCQ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി ഫ്രീ ആണ്. ആ MCQയിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് MCQ കാണാൻ പറ്റും. ആ ലെവലിൽ അതും എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, സമയം കിട്ടുമ്പോൾ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഇതിലൊക്കെ സാർ ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ നമ്പേഴ്സും പോളിനോമിയൽസും ഇപ്പം തന്നെ എടുത്തൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മെച്ചുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവാം. ലാസ്റ്റ് അവസരമാണ് പടച്ചോൻ കൊണ്ട് തന്ന 9 ദിവസത്തെ ലീവ് മാത്സിന്. ആൻഡ് ചില കുട്ടികൾക്ക് അത് 12 ദിവസമായിരുന്നു. നഷ്ടപ്പെടുത്തരുത്. കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് DPP ചെയ്ത് ഒരുമിച്ച് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. കട്ടക്ക് എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും. 10-ാം ക്ലാസ്സിൽ 10-ാം തീയതിയത്തെ 10-ാം ക്ലാസ്സിലെ മാത്സിന്റെ എക്സാമും കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ബെസ്റ്റ് മാത്സ് എക്സാം ആയിരിക്കും. അത് ഉറപ്പാണത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ പറഞ്ഞതുപോലെ ചെയ്യുക. ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യണം. കട്ടക്ക് ഞങ്ങളുണ്ടാവും. ബൈ.